കൊച്ചിയിൽ വിമാന ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിലെ തകരാറിനെ തുടർന്നായിരുന്നു വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. വിമാനത്തിൽ 160ഓളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സിയാൽ അറിയിച്ചു. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം IX-398 വഴിതിരിച്ചുവിട്ട് കൊച്ചിയിൽ ഇറങ്ങിയത്. ലാൻഡിംഗ് ഗിയറിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായതിനെ തുടർന്നായിരുന്നു കൊച്ചിയിലേക്ക് അടിയന്തര ലാൻഡിംഗിന് വിമാനം ശ്രമിച്ചത്. 160ഓളം യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. 9:07 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി സിയാൽ അറിയിക്കുകയും ചെയ്തു. ലാൻഡിംഗിന് ശേഷമുള്ള പരിശോധനയിലാണ് ടയറുകൾ പൊട്ടിത്തെറിച്ചത്. ലാൻഡിംഗിനിടെ വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചെങ്കിലും വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. റൺവേയിൽ ഇറങ്ങുന്നതിനിടെ വിമാനത്തിന്റെ വലതുവശത്തെ 2 ടയറുകൾ പൊട്ടിത്തെറിച്ചു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. ഫയർഫോഴ്സും ആംബുലൻസുകളും റൺവേക്ക് സമീപം നിലയുറപ്പിച്ചിരുന്നു. ये